അത്തം നക്ഷത്രക്കാരുടെ ഉള്ളിലുള്ള മൃഗം പോത്ത് അല്ലെങ്കിൽ എരുമയാണ്. പോത്തിൻ്റെയും എരുമയുടെയും എന്തെല്ലാം പ്രത്യേകതകളാണ് അത്തം നക്ഷത്രക്കാരെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. അത്തം നക്ഷത്രക്കാർ വളരെ അധ്വാനശീലരായിരിക്കും. കഠിനമായ ജോലികൾ ഇവർ ഏറ്റെടുക്കും. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ ഇവർ വളരെ സമർത്ഥരാണ്. പരിചരണത്തിലൂടെ സേവനത്തിലൂടെയും മറ്റുള്ളവരെ പോറ്റാൻ ഇവർക്കുള്ള മിടുക്ക് അസാധാരണമാണ്. ഇവർ അങ്ങേയറ്റം ക്ഷമയുള്ളവരാണ്. പക്ഷേ ദേഷ്യം വന്നാൽ പൊട്ടിത്തെറിച്ചെന്ന് വരും. ചന്ദ്രൻ്റെ സ്വാധീനമുള്ളതിനാൽ മൂഡ് മാറിക്കൊണ്ടിരിക്കും. കുടുംബമായി ജീവിക്കുവാനാണ് ഇവർക്കേറെ ഇഷ്ടം. ഒറ്റയായി ഇരിക്കാൻ ഇഷ്ടമല്ല. സമൂഹം വേണം. ഇവർ വാശി പിടിച്ചാൽ നിർബന്ധ ബുദ്ധി കൂടും. നിന്ന സ്ഥലത്ത് നിന്ന് ഇളകില്ല. ഉറച്ചു നിൽക്കും. മാനഹാനി വിട്ടുകളയില്ല. പഴയ കാര്യങ്ങൾ, വികാരങ്ങൾ എന്നിവ ചെളിയിൽ ഉറച്ചതുപോലെ മനസ്സിൽ കിടക്കും. ഇവർക്ക് ശാരീരികവും മാനസികവുമായ ബലം കൂടും. മറ്റുള്ളവരെ വിമർശിക്കും. മറക്കാനും മാപ്പ് കൊടുക്കാനും പ്രയാസമാണ്. ഇവർക്ക് നടുവേദന, കാൽവേദന, മാനസിക പിരിമുറുക്കം എന്നിവ സാധാരണമാണ്. മറ്റാരുടെയും സഹായമില്ലാതെ എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം എന്ന ഭാവമാണ് ഇവർക്ക്. ഹസ്തം എന്നാൽ കൈ എന്നാണ് അർത്ഥം. കൈകൊണ്ട് ചെയ്യുന്ന ജോലികൾ ഇവർക്ക് ഗുണം ചെയ്യും. ഇവർക്ക് ചില ഉപദേശങ്ങൾ നൽകാം. കൈത്തൊഴിൽ പഠിക്കുക, വിമർശനം കുറയ്ക്കുക, തനിക്കുണ്ടാകുന്ന വൈകാരിക പിരിമുറുക്കങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ടാകുമെന്ന് ഓർക്കുക, മറ്റുള്ളവരെ പരിഹസിക്കാതിരിക്കുക, പെർഫെക്ഷന് വേണ്ടി അധികം കഠിനാധ്വാനം ചെയ്യാതിരിക്കുക. ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിരുന്നാൽ നല്ലത്. വാശി ഉപേക്ഷിക്കുക, കഴിഞ്ഞ സംഭവങ്ങൾ മറക്കാൻ ശ്രമിക്കുക, മാപ്പ് കൊടുക്കുക. വിശ്രമത്തിനും സന്തോഷത്തിനും സമയം കണ്ടെത്തുക. തിങ്കളാഴ്ച ചന്ദ്രൻ്റെ മന്ത്രം 9 പ്രാവശ്യം ജപിക്കുക. ദധി ശംഖ തുഷാരാഭം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർമകുടഭൂഷണം. ചിത്തിര നക്ഷത്രക്കാരുടെ ഉള്ളിലുള്ള മൃഗം ആൾപുലിയാണ്. ആൾപുലി എന്നാൽ ചീറ്റ, വേഗം കൂടിയ പുലി. ചിത്തിര നക്ഷത്രക്കാരെ ആൾപുലിയുടെ സ്വഭാവം എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഇവർ പ്രവൃത്തികളിൽ വേഗതയുള്ളവരും കൃത്യതയുള്ളവരും ലക്ഷ്യം നേടുന്നവരുമായിരിക്കും. ഇവർ പെട്ടെന്ന് തീരുമാനമെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ടീം വർക്ക് ഇവർക്ക് ഇഷ്ടമാവില്ല. എല്ലാം ഞാൻ തനിച്ച് ചെയ്തോളാം എന്ന സ്വതന്ത്ര ഭാവമാണ് എപ്പോഴും. പ്ലാനിങ്ങിന് വേണ്ടി ധാരാളം സമയമെടുക്കും. തക്ക സമയമെത്തുമ്പോൾ പതുങ്ങിയിരുന്ന് കൃത്യമായി ചാടി വീണ് ജയം കരസ്ഥമാക്കും. ഇവർക്കൊരു പ്രത്യേക അഴകുണ്ടായിരിക്കും. നല്ല വസ്ത്രധാരണവും ആകർഷകത്വവും ഇവരുടെ പ്രത്യേകതയാണ്. ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് മടുക്കുകയും ചെയ്യും. ദേഷ്യം നിലനിൽക്കുകയില്ല. ഇവർ പുറമേ ധൈര്യം കാണിക്കുമെങ്കിലും അകം വളരെ സെൻസിറ്റീവായിരിക്കും. ഒരു കാര്യം ലക്ഷ്യം വെച്ചാൽ അതിൽ തന്നെയായിരിക്കും എപ്പോഴും മനസ്സ്. മറ്റൊന്നും കാണില്ല. തടസ്സങ്ങളെ അവഗണിക്കും. ഇവർക്ക് ചുറുചുറുക്കും വേഗതയും ഉണ്ടെങ്കിലും സ്റ്റാമിന കുറവാണ്. പെട്ടെന്ന് തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യും. ഏകാന്തതയായിരിക്കും ഇവർക്കിഷ്ടം. വേട്ടയാടി വിജയം വരിക്കുന്നവരാണ് ഇവർ. ഏത് കാര്യം നേടുന്നതിനും യുദ്ധം ആവശ്യമായി വരും. ഇവർക്ക് ഒരു ഉപദേശം നൽകാം. തീരുമാനങ്ങൾ എടുക്കും മുമ്പ് പല പ്രാവശ്യം ആലോചിക്കുക. ശീതളമായ ഭക്ഷണം കഴിക്കുക. യോഗ ചെയ്യാൻ ശ്രമിക്കുക. ആയുധം ഉപയോഗിച്ചുള്ള ക്രിയാത്മക ജോലികൾ പണം നേടിത്തരും. ദേഷ്യം നിയന്ത്രിക്കണം. ചൊവ്വാഴ്ച ചൊവ്വാഗ്രഹത്തിൻ്റെ മന്ത്രം ജപിക്കുക. ധരണി ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. വിശ്വസ്തനായ ഒരു പങ്കാളിയുമായി ചേർന്ന് ബിസിനസ് ചെയ്താൽ നല്ല ഫലമുണ്ടാകും. ചോതി നക്ഷത്രക്കാരുടെ ഉള്ളിലുള്ള മൃഗം മഹിഷം അല്ലെങ്കിൽ പോത്താണ്.
പോത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് ചോതി നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. പോത്തിനെ കെട്ടിയിടാൻ സാധിക്കില്ല, അത് പൊട്ടിച്ചുകൊണ്ട് ഓടിപ്പോകും. ചോതി നക്ഷത്രക്കാരെ കൺട്രോൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമാകില്ല. സ്വാതന്ത്ര്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. ശക്തരെങ്കിലും അനാവശ്യമായി ആക്രമിക്കില്ല. പ്രകോപിപ്പിച്ചാൽ ശക്തമായി പ്രതികരിക്കും. ഇവർക്ക് യാത്ര വളരെ ഇഷ്ടമായിരിക്കും. ഒരിടത്ത് തന്നെ ഇരുന്നാൽ അസ്വസ്ഥരാകും. ഞാൻ പറഞ്ഞത് ശരി എന്ന വാശി ഇവർക്കുണ്ടായിരിക്കും. പെട്ടെന്ന് തോറ്റുകൊടുക്കുകയില്ല. വേഗം കുറവാണെങ്കിലും നിരന്തരം പരിശ്രമിക്കും. പെട്ടെന്നൊരു കാര്യം തുടങ്ങില്ല, പലതവണ ആലോചിച്ചിട്ടേ ചെയ്യും. പോത്ത് ചെളിയിൽ മണിക്കൂറുകളോളം കിടക്കും പോലെ പഴയ ദുഃഖാനുഭവങ്ങൾ മനസ്സിൽ വെച്ച് കിടക്കും. വിദേശയാത്രയ്ക്ക് താല്പര്യമുള്ളവരായിരിക്കും ചോതി നക്ഷത്രക്കാർ. ബന്ധങ്ങളെ നിലനിർത്താൻ ഇവർ വളരെ പരിശ്രമിക്കും. ഇവർക്ക് സംശയവും കുശുമ്പും അല്പം കൂടുതലായിരിക്കും. പങ്കാളിയെ സംശയത്തോടെ കാണും. നിയമം ലംഘിക്കുക വഴി കേസുകളിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. സ്വാതന്ത്ര്യം വേണമെന്ന നിർബന്ധം കാരണം പലപ്പോഴും ഒറ്റയ്ക്കായി പോകും. ആരും കൂടെ കൂട്ടാതെയാകും. പോത്തിനെ പോലെ ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥകൾ വരും. ഇവർക്ക് ചില ഉപദേശങ്ങൾ നൽകാം. വിദേശത്ത് ജോലി ലഭിക്കുമെങ്കിൽ അതിനായി പരിശ്രമിക്കുന്നത് നന്നായിരിക്കും. ജോലി അഭിവൃദ്ധികരമാകുന്നതാണ്. ശ്വാസം നിയന്ത്രിക്കണം. യോഗ ചെയ്യുന്നത് മൂലം മനസ്സിനെ ഇങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. രാഹുമന്ത്രം ദിവസവും 9 പ്രാവശ്യം ജപിക്കുക. അർത്ഥകായം, മഹാവീര്യം, ചന്ദ്രാദിത്യ വിമർദ്ദനം, സിംഹികാ ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. പിന്നീട് വാശി കുറയ്ക്കുക, നിയമം തെറ്റിക്കാതിരിക്കുക. പങ്കാളിയെ, അത് ബിസിനസ് പങ്കാളിയാണെങ്കിൽ പോലും സംശയിക്കാതിരിക്കുക. ഇത് മൃഗസാമ്യം മാത്രമാണ്. ശരിയായ സ്വഭാവ നിരൂപണത്തിന് ജാതക പരിശോധന ആവശ്യമായി വരും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.